അതെ, പാവയ്ക്ക വറക്കുമ്പോൾ കയ്പ്പുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പാവയ്ക്കയുടെ കയ്പ്പ് പുറത്ത് പോകും, എന്നാലും നമുക്കിത് കഴിക്കുമ്പോൾ നല്ല ഉപ്പും നല്ല പാകത്തിന് കിട്ടാൻ വേണ്ടിയിട്ട്. കയ്പ്പ് ഉണ്ടെങ്കിൽ രസം ഉണ്ടാവില്ല. കയ്പ്പ് ഇഷ്ടമല്ലാത്തവർക്ക് ഇതേ ഇങ്ങനെ കുറച്ച് ഉപ്പ് പൊടി എടുത്തിടുക, എന്നിട്ടിങ്ങനെ കുഴച്ച് വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ കലക്കി മറിച്ച് കുഴച്ച് വെച്ചിട്ട് ഇങ്ങനെ വൃത്തിയോടെ വയ്ക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൽ നല്ലപോലെ വെള്ളം മൂടി വരും. അങ്ങനെ മൂടി വയ്ക്കുക. പാവയ്ക്ക വറുത്ത് കഴിക്കുമ്പോൾ കയ്പ്പ് ഇഷ്ടമല്ലാത്തവർക്ക് ഇതിങ്ങനെ ചെയ്ത് വറുത്താൽ, ഉണക്കി വറുത്ത് കഴിഞ്ഞാൽ കയ്പ്പുണ്ടാവില്ല കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് പാവയ്ക്ക നല്ലോണം നൈസായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് പുരട്ടി തിരുമ്മി അവിടെ വയ്ക്കുക. ഒരു മണിക്കൂർ കഴിയുമ്പോൾ അതിൽ നിന്ന് ഇത്രയും വെള്ളം ഇങ്ങനെ പോയിക്കോളും. അപ്പോൾ അതിൻ്റെ കയ്പ്പ് മാറി കിട്ടും. പാവയ്ക്കയുടെ സത്താണ് വെള്ളം, എങ്കിലും ഈ കയ്പ്പ് ഇഷ്ടമല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയ പരിപാടിയാണിത് കേട്ടോ. ഞാനെങ്ങനെയാണ് പാവയ്ക്ക ഉണ്ടാക്കുന്നത്. കയ്പ്പാണെങ്കിൽ കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. പാവയ്ക്ക പിഴിഞ്ഞെടുത്ത വെള്ളമാണിത്. ഇത്രയും വെള്ളം പാവയ്ക്കയിൽ നമ്മൾ വെള്ളമൊന്നും വെച്ച് കഴുകിയെടുത്തതല്ല കേട്ടോ. ഇച്ചിരി ഉപ്പ് പുരട്ടി അവിടെ വെച്ചിട്ട് പിഴിഞ്ഞെടുത്ത വെള്ളമാണിത്. ഈ വെള്ളം ചോറുള്ളവർക്ക് കഴിക്കും, പക്ഷേ ഇതിൽ ഉപ്പുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. നമുക്കിത് ഇങ്ങനെ വറുത്ത് ഇങ്ങനെ ഉണക്കിയെടുത്താൽ ഇതിന് കയ്പ്പുണ്ടാവില്ല. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ.